അല്ല, അത് അന്നേ ചർച്ചയുണ്ടായിരുന്നു. സോളാർ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ TP കേസ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് അത്തരം വിഷയം അതൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. സത്യം എന്തായാലും പുറത്തു വരും. അത് അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 100% പൊളി വർത്താനാണത്. അതിനകത്തൊന്നും ഒരു സത്യമില്ല. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഒരു കൊലക്കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഭരണഘടന പിച്ച് ചിന്തുന്നതിന് തുല്യമാണ്. ഞങ്ങളത് സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം ആ കേസിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചല്ലോ, കോടതി ശിക്ഷിച്ചല്ലോ. അപ്പീൽ അവർ പോയല്ലോ. അപ്പീൽ കോടതി എന്തായി? താഴത്തെ കോടതി വിട്ടവരെ കൂടി അപ്പീൽ കോടതി ശിക്ഷിച്ചു. അപ്പം ഞങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത്, ഒരു സ്വാധീനത്തിനും വഴങ്ങാതെയാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യം മനസ്സിലാവും. നമസ്കാരം. ജോൺ മുണ്ടക്കയത്തെ എത്ര തള്ളിപ്പറഞ്ഞാലും ആ കയത്തിൽ നിന്നും കയറി വരാൻ CPIM പാടുപെടും. സോളാർ സമര പരമ്പരയിലെ തിളക്കമുള്ള അധ്യായമായ സെക്രട്ടേറിയറ്റ് വളയൽ CPIMന്റെ നടുവ് വളയലായിരുന്നെന്ന് തെളിയുമ്പോൾ പ്രത്യേകിച്ചും എന്തായിരുന്നു ആ ഒത്തുതീർപ്പ്? TPയുടെ ചോര വെച്ചായിരുന്നോ വിലപേശൽ? രമ ആരെയും കുറ്റവിമുക്തരാക്കുന്നില്ല. വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കാത്ത് അവർ നിൽക്കുന്നു. കൂട്ടുമുന്നണിയും എതിർമുന്നണിയും തമ്മിലുള്ള അകലം എത്ര കുറവാണ് എന്ന സംശയവുമായി എത്ര കാലം അവർ അങ്ങനെ നിൽക്കും? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. 52ാമത്തെ വെട്ടോ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, CPIMൽ നിന്നും PM മാർഷോ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C മാത്യു, മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജോസഫ് C മാത്യു, ഇത് രമയുടെ വെറുമൊരാശങ്കയാണോ, ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണോ? 100% പൊളിയെന്ന് തിരുവഞ്ചൂർ പറയുന്നത്രയും നാം ഇപ്പോൾ തന്നെ തള്ളിക്കളയേണ്ടതാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സോളാർ സമരം ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി അത് അവസാനിപ്പിച്ചതാണെന്ന് നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പലര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ജോൺ മുണ്ടക്കയം അല്ല ആദ്യമായിട്ടിത് പറയുന്നത്. നമുക്കറിയാം, സി ദിവാകരനെ പോലുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ സമരം ആരംഭിച്ച രീതി, ആ സമരത്തിൻ്റെ പ്രഖ്യാപനം, അത് അവസാനിപ്പിച്ച സമയം, അതിൻ്റെ രീതി, അതെല്ലാം വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വളരെ വളരെ ചിന്തിച്ച് ആലോചിച്ച് ആളെ കൂട്ടി സെക്രട്ടേറിയറ്റ് വളയാൻ ഉള്ള ഒരു സമരമുറയിലേക്ക് LDF പോകുന്നു. CPM അല്ല, LDF പോകുന്നു. അത് ഓരോ ഘടകകക്ഷികളും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിലെത്ര പേരെ അവർക്ക് അവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ആദ്യത്തെ ദിവസം സെക്രട്ടേറിയറ്റ് വളയുന്നു. വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഉള്ള പങ്കാളിത്തം പോരാ എന്നുള്ളൊരു ചർച്ചയാണ് ഔദ്യോഗികമായി ഉണ്ടായതെന്നും കീഴ്ഘടകങ്ങൾക്ക് കൂടുതൽ ആളെ എത്തിക്കാനായി നിർദ്ദേശം പോയി എന്നുള്ള കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. അതാത് സ്ഥലത്തെ പാർട്ടി പ്രവർത്തകരെ എങ്ങനെയാണ് യാത്ര അയച്ചത്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ സമരം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ തിരിച്ച് ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ഈ സമരം പിൻവലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരിവിടെ പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണിത് പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പിന്നീട് അത് ഇവിടുത്തെ ലോജിസ്റ്റിക്കലായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് സർക്കാരിന് പോലും ഇല്ലാത്ത വേവലാതി സമരക്കാർക്കുണ്ടായതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്.
പക്ഷേ ഇതെല്ലാം സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാം. ഇത് സമരം തുടങ്ങിയ ദിവസം അറിയാം. അന്ന് പോയ നിർദ്ദേശങ്ങളിലും വേണ്ടത്ര എത്തിയില്ല. കൂടുതൽ ആൾക്കാർ എത്തണം എന്ന് പറഞ്ഞ് ഓരോ ഘടകത്തിനും ആളെ നിശ്ചയിച്ച് കൊടുത്ത് ഇത്ര പേരെ വീതം കൊണ്ടുവരാൻ പറയുകയാണ് ചെയ്തത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, LDF കൂടിയിട്ടില്ല. LDFിലെ ഘടകകക്ഷികൾ കൂടി ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഏകപക്ഷീയമായി ഈ സമരം നിർത്താനായി തീരുമാനമെടുക്കുകയാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവൈലബിൾ സെക്രട്ടേറിയറ്റ് പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. തെളിവ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് തോമസ് ഐസക്ക് തിരുവനന്തപുരത്ത് ഈ സമരത്തിൻ്റെ നടയിലിരിക്കുമ്പോൾ സമരം പിൻവലിച്ച് കഴിഞ്ഞ ശേഷവും പോലും അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തു. സംസ്ഥാന സെക്രട്ടറി പാളയത്തെത്തിയപ്പോൾ സമരം പിൻവലിച്ചു. RSPയുടെ കാര്യം എങ്ങനെയാണ് ഒരു വിവരം അറിഞ്ഞതെന്നുള്ളത് പ്രേമേന്ദ്രൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ ഈ ഉന്നത തീരുമാനം എടുക്കേണ്ട ബോഡി ഒന്നും കൂടുന്നതിന് മുമ്പ് ഏതാനും ചില ആൾക്കാർ കൂടി തീരുമാനമെടുത്തെങ്കിൽ ആ ആൾക്കാർ ആരൊക്കെയാണെന്നും എത്ര പേരാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയാണ് ആ സമരം പിൻവലിക്കപ്പെട്ടത്. ഇനി എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യവും കൂടി ഞാൻ പറയാം. സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബ്രിട്ടാസുമായി സംസാരിച്ച കാര്യമൊക്കെ പറയുന്നല്ലോ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബ്രിട്ടാസുമായി മാത്രമല്ല സംസാരിച്ചത്, ഇടതുമുന്നണിയിലെ പല പ്രമുഖ നേതാക്കന്മാരോടും വിളിച്ച് സംസാരിക്കുകയും അത് സമരത്തിലേക്ക് പോകരുതെന്നും അന്വേഷണം നടത്താമെന്നും നിങ്ങൾ പറയുന്ന രീതിയിൽ അന്വേഷിക്കാമെന്നും പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുമാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഈ നേതാക്കന്മാർ പരസ്പരം ആശയവിനിമയം നടത്തിയ ശേഷം ചിലർ അപ്പോൾ തന്നെ പറഞ്ഞു, ചിലർ പരസ്പരം ആശയവിനിമയം നടത്തി. ഏതായാലും അവർ അങ്ങനെ തിരിച്ച് അങ്ങോട്ട് വിവരം അറിയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വേറെ ചില നീക്കങ്ങളും കൂടി നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ സമരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ശ്രീ ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളിൽ ചിലത് മാധ്യമപ്രവർത്തകനായും ചിലത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുമാണ് കോൾ വരുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരാം. നമുക്കൊക്കെ വരുന്നതും പേഴ്സണലും ഒഫീഷ്യലും ഒക്കെ ഒരേ ഫോണിലേക്കാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സരിതയുടെ ഫോൺ വരുമ്പോൾ അത് പേഴ്സണൽ മാധ്യമപ്രവർത്തകനാണ്. തിരുവഞ്ചൂരിൻ്റെ ഫോൺ വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ചിലർക്ക് എക്സംഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാര്യം. അത് സോളാർ സമരം ഒത്തുതീർന്നത് സംബന്ധിച്ചാണ്. എങ്ങനെയാണ് ഇത് തീർന്നതെന്നും ഈ ഔദ്യോഗികമായിട്ടുള്ള ഇത്രയും ചട്ടക്കൂടുള്ള ഈ പാർട്ടികളിൽ ഇതെങ്ങനെയാണ് ഏതാനും വ്യക്തികൾ തീരുമാനമെടുത്തതെന്നുള്ള അത്ഭുതം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. മറുഭാഗത്ത് എന്താണ് അതിന് LDFന് അങ്ങനെ വഴങ്ങേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? എവിടെയാണ് നേരത്തെ വേണു ചോദിച്ച പോലെ നടു വളഞ്ഞെങ്കിൽ എവിടെയാണ് നടു വളയ്ക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്? കാരണം അന്ന് ഡിഫെൻസീവിലായി നിൽക്കുന്നത് UDF ആണ്, മുഖ്യമന്ത്രിയാണ്. സോളാർ കേസിൽ ഇപ്പോൾ എന്തെല്ലാം ന്യായം പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ നടന്ന കൊടിയ അഴിമതിയാണെന്നുള്ളത് നമുക്കറിയാം. അതിനോട് ചേർത്ത് ഒരുപാട് അപവാദകഥകൾ പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞത് കൂടിപ്പോയിട്ടുണ്ടാവും, അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ അഴിമതി ഇവിടെ നടന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് കൂട്ടുപിടിക്കുന്ന ഒരു വേദിയായി മാറി എന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. ജോസഫ് സി മാത്യു അങ്ങ് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുകയുണ്ടായി, ഈ ഏതാനും നേതാക്കൾ വേറെ ചില ആലോചനകൾ കൂടി നടത്തിക്കൊണ്ടാണ് പിന്നീട് തീരുമാനങ്ങളിലേക്ക് കടന്നത് എന്ന്. അതെന്താണെന്നാണ്? അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ വസ്തുതകളുടെ ബലത്തിലാണ്. എൻ്റെ ഒരു അനുമാനം ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ച ഒരു വിഷയവും കൂടെ പറയട്ടെ. TP ചന്ദ്രശേഖരൻ്റെ കേസിനെ സംബന്ധിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് പോലെയല്ല. TP ചന്ദ്രശേഖരൻ കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഇവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ച് വാഴപ്പടക്കി റഫീഖ് എന്നുള്ള തിരക്കഥയിലേക്ക് പോകാൻ UDFും കൂട്ടുനിന്നതാണ്. നമുക്കറിയാം, ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അതിനുശേഷം ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ട് VS എടുത്ത ഒരു നിലപാട് കണ്ട് പല കാരണങ്ങളാൽ രാഷ്ട്രീയമായിട്ടും ഇനി പോട്ടെ, നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതും അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയമായിട്ടാണ് എന്നുള്ളത് എൻ്റെ ആരോപണമായി നിൽക്കട്ടെ. അവരേതായാലും നിലപാട് മാറ്റുകയും അന്വേഷണം ശക്തമായ ഒരു ടീമിനെ ഏൽപ്പിക്കുകയും അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വാടക കൊലയാളികളൊക്കെ പിടിക്കപ്പെടുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ
അനൂപ് കുരുവിള ജോണിനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഘട്ടം മുതൽ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അതിനുശേഷം ഒരു അന്വേഷണവും നടന്നിട്ടില്ല. കോടതിയിൽ തുടരന്വേഷണം നടത്തും എന്ന് 173(8) പ്രകാരം തുടരന്വേഷണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തത്. തുടരന്വേഷണം നടത്തിയില്ല. അതിനുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പിരിച്ചുവിട്ടു. പല സ്ഥലത്ത് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി പിരിച്ചുവിട്ടെന്നല്ല, അവരെയൊക്കെ വേറെ ചുമതലകളേറ്റ് അവിടുന്ന് വിട്ടു. അതിനുശേഷം ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM പറയുന്ന അതേപോലത്തെ ഒരു വാദം പറയുകയാണ്. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അത് അട്ടിമറിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അതിന് വിരുദ്ധമായി പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഇത് രണ്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തിൻ്റെ പിന്നിലാണ് ഇതുപോലൊരു സുപ്രധാനമായിട്ടുള്ളൊരു സമരത്തിൽ നിന്ന് CPM നേതൃത്വത്തെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിലില്ല. അങ്ങയുടെ ചൂണ്ടിക്കാട്ടുന്ന TP വധക്കേസുമായി ബന്ധപ്പെട്ട് മുകൾ തട്ടിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യത എന്നതല്ലാതെ മറ്റു രണ്ട് സാധ്യതകൾ അങ്ങ് തള്ളുന്നുണ്ടല്ലോ. ഈ 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കലും പിന്നെ വരാൻ പോകുന്ന സ്വാതന്ത്ര്യദിനവും. അപ്പോൾ ആർക്കെതിരെ സമരം ചെയ്യുമെന്ന അനിശ്ചിതാവസ്ഥ, പിന്നെ പ്രകൃതിയുടെ വിളി, ആ 2 സാധ്യത തള്ളിക്കളയുന്നുണ്ടല്ലോ. അതിലൊന്നും ഒരു വസ്തുതയില്ല. പ്രകൃതി വിളിക്കുമെന്ന് അറിയാൻ വയ്യാത്തവരല്ല ഈ നേതാക്കന്മാരൊന്നും. അവരതെല്ലാം അറിഞ്ഞ് വളരെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണെന്ന് മാത്രമല്ല, ഒന്നാം ദിവസം ഈ പങ്കാളിത്തം പോരാ, ജനപങ്കാളിത്തം പോരാ എന്ന് പറഞ്ഞ് കീഴ്ഘടകങ്ങളോട് കൂടുതൽ പങ്കാളിത്തത്തിന് നിർദ്ദേശിച്ചതാണ്. കന്റോൺമെൻറ്റ് ഗേറ്റ് തുറന്നിടാനുള്ള തീരുമാനം തന്നെ കൂടിയാലോചനയില്ലാതെ എടുത്തതാണ്. അതിന് മുന്നിൽ നിന്ന നേതാവിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ആ കന്റോൺമെൻറ്റ് ഗേറ്റ് തടഞ്ഞുകൊണ്ട് ആദ്യം പ്രതിപക്ഷ നേതാവും 1000 പ്രവർത്തകരും, പിന്നീട് CPIയുടെ നേതാവ് C. ദിവാകരനും 1000 പ്രവർത്തകരും, അങ്ങനെ ഒരു ജയിൽ നിറക്കൽ സമരത്തിലേക്ക് ഇത് പോകുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടായിരുന്നു. അങ്ങനെ സമരം ശക്തിപ്പെടുത്തുകയും പല രീതിയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത്. ഇനി മറിച്ചൊരാലോചന ഉണ്ടെന്ന് വിചാരിക്കുക വേണു. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും തിരുവനന്തപുരത്തുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഒന്നിച്ചിരിക്കാൻ പരസ്പരം അങ്ങ് വീണ്ടും ആവർത്തിക്കുന്നത് CPMന് മാത്രമായി മെച്ചം കിട്ടുന്ന ഒരു ആവശ്യം ഒരു ഉപാധിയായി വെച്ചുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ അത്തരം ഒരു നീക്കുപോക്കുണ്ടായി എന്നാണോ? CPM എന്ന് ഞാൻ പറയില്ല. CPM എന്ന് പറയുന്ന 1-2 വ്യക്തികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. CPM അറിഞ്ഞിട്ടില്ല. CPM എന്ന് പറയുന്നത് CPMന്റെ ഉന്നത ഡിസിഷൻ എടുക്കുന്ന ഘടകമാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞിട്ടില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, CPMലെ ഏതാനും നേതാക്കന്മാർ മാത്രം ഇരുന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. അത് പാർട്ടി എന്ന നിലയിൽ പൂർണ്ണമായും ചർച്ച ചെയ്തിട്ടില്ല, മുന്നണി എന്ന നിലയിലും ചർച്ച ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, TP വധവുമായി ബന്ധപ്പെട്ടതല്ലാതെ ഇങ്ങനെ ഈ പറയുന്ന ഏതാനും CPMലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർ പ്രതിരോധത്തിലാകുന്ന മറ്റൊരു വിഷയവും നമ്മുടെ മുന്നിലില്ല. അത്രയും ശരി തന്നെയല്ലേ? അത്രയും ശരിയാണ് വേണു. അങ്ങനെയെങ്കിൽ ഈ തിരുവഞ്ചൂർ രമയെ ഇങ്ങനെ വഞ്ചിക്കുകയാണോ ചെയ്യുന്നത് ഈ വിഷയത്തിൽ? തിരുവഞ്ചൂരല്ലല്ലോ, UDF എന്ന് തന്നെ നിങ്ങൾ പറയൂ. എന്തിനാണ് ഒരു വ്യക്തിയുടെ പേര് പറയുന്നത്? അല്ല, തിരുവഞ്ചൂറാണല്ലോ അതിന്റെ സാക്ഷ്യം പറയുന്നത്. രമയെ വഞ്ചിക്കുന്നതല്ലോ. അല്ല, അത് അദ്ദേഹം പറയുന്നത് വസ്തുതാപരമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇത് രമയെ വഞ്ചിക്കൽ മാത്രമല്ലല്ലോ. രമ ഒരു TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ളത് ശരിയാണ്. രമയെ മാത്രമല്ലല്ലോ, നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അതിലൊരു വേവലാതി ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ സുഹൃത്തല്ലേ. അപ്പോൾ അത് അങ്ങനെ വ്യക്തിപരമായുള്ളത് മാത്രമല്ലല്ലോ പറയുന്നത്. ഇതുപോലൊരു കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ശരിയാമണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടന പിച്ചി ചീന്തുന്ന നിലപാടാണ് എടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കൊലക്കേസിൽ. അപ്പോൾ ഇങ്ങനെ കൊലക്കേസിൽ കൊടുക്കൽ വാങ്ങലുകളും രാജിയാകലും ഒരുപാട് നടക്കാറുണ്ട്. ചെറിയ അത്ര പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ കൊലക്കേസുകളിലല്ലെങ്കിലും നമുക്കറിയാം പലതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജിയാകുന്ന നടപടി ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആർഷോ, ഇവിടെ ഇപ്പോ ഈ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുൻപ് സമാനമായി ഈ സോളാർ സമരം ഒത്തുതീരുകയാണ് ഉണ്ടായതെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ C. ദിവാകരൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ. അതിന്റെ പ്രകാശന ചടങ്ങിൽ ഉത്തരവാദിത്വത്തോടെ പിണറായി പങ്കെടുത്തിട്ടുണ്ട്, കാനം രാജേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. കൃത്യമായി ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് പിണറായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഉത്തരവാദിത്വം CD മാത്രമാണ് എന്ന്.
അപ്പോൾ അവിടെ വെച്ച് ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു. പിന്നീട് CPIയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മറ്റു ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് സി ദിവാകരൻ ഈ കാര്യങ്ങളിൽ പിന്നീട് പ്രതികരിക്കുന്നതുമൊക്കെ നാം കണ്ടതാണ്. പക്ഷേ ആ അധ്യായം അവിടെ അവസാനിച്ചു. അപ്പോഴും ഒരു പൊതുവേദിയിൽ വന്നുകൊണ്ട് ഈ ഉള്ളടക്കത്തിൻ്റെ ഉത്തരവാദിത്വം ദിവാകരന് മാത്രമാണ് എന്ന് പിണറായി പറയുന്നു, കാനം പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ബ്രിട്ടാസ് പറയുന്നു, ചെറിയാൻ ഫിലിപ്പ് പറയുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെ പിണറായിയെപ്പോലെ ഒരു ആധികാരിക ശബ്ദം ഇതെല്ലാം നിഷേധിക്കുന്ന രൂപത്തിൽ എന്തുകൊണ്ട് CPM-ൽ നിന്ന് വരുന്നില്ല? ഇതിനകത്ത് ഞങ്ങളിതിനെ കാണുന്നത് ഈ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന പുസ്തകത്തിൻ്റെ പ്രമോഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗൗരവകരമായിട്ടുള്ള ഒന്നാണ് എന്നതിനെ കണ്ടുപോകുന്നതിന് വേണ്ടി എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൻ്റെ അപ്പുറം ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നേരത്തെ ജോസഫ് സി മാത്യു അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന നിലയുണ്ടായി. അദ്ദേഹം പലതും വാലും തുമ്പും പറഞ്ഞ് എനിക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, ഇതിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം, എന്നാൽ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറഞ്ഞ പോലെ മുൻപ് ISRO ചാരക്കേസിൻ്റെയൊക്കെ സമയത്ത് ഇതേ ജോൺ മുണ്ടക്കയത്തിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണോ അപസർപ്പക കഥകൾ മെനഞ്ഞത്, അതേ മാതൃകയിൽ അതേ നിലവാരത്തിൽ അദ്ദേഹം കുറേ അപസർപ്പ കഥകൾ മെനയുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കുറേ ഹിൻഡിടുകയാണ്. ഹിൻഡിട്ട് എനിക്കിതിനെ സംബന്ധിച്ചൊക്കെ അറിയാം, എന്നാൽ ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്താണ് നിങ്ങൾ എന്തിനീ പറയുന്നതിന് വേണ്ടി ഭയക്കുന്നത്? ആരെയും നിങ്ങൾ ഭയക്കുന്നത്? എന്തിനാണ് മടിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു ഇവിടെ വലിയ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആ ഡീൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആരൊക്കെയാണ് ഇത് തീരുമാനിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഇത്രയും അധികം ബോധ്യങ്ങളുള്ള ആൾ അത് പറയാതെ ഒളിച്ചു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആകെ അല്ലെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരെ ആകെ വഞ്ചിക്കുന്നതിന് മറുപടിയും പറയട്ടെ. പക്ഷെ അതിന് മുൻപ് അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോൺ മുണ്ടക്കയുമായി ബന്ധപ്പെട്ട് അപസർപ്പക കഥകൾ എഴുതുന്ന മാധ്യമ പ്രവർത്തകൻ ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ആ വിമർശനവും നിൽക്കട്ടെ. സി ദിവാകരനെ പറ്റി അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. സി ദിവാകരൻ എന്തായാലും അപസർപ്പക കഥകൾ എഴുതിയ ഒരാളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആത്മകഥയിലെ വിവരണം ഇങ്ങനെയാണ്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. സമരക്കാരുടെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. സർക്കാർ കാലേക്കൂട്ടി സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിനോട് പട്ടാളത്തിന്റെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാളം വന്നിറങ്ങിയത് കണ്ടതോടെ ജനങ്ങൾ കൂടുതൽ ആവേശഭരിതരായി. സമരക്കാരെ അഭിവാദ്യം ചെയ്യാൻ ഇടതുമുന്നണിയുടെ ദേശീയ നേതാക്കളും സെക്രട്ടേറിയറ്റ് നടയിലെത്തി. പോലീസും പട്ടാളവും വെറുതെ നോക്കി നിന്നു. ഭരണം സ്തംഭിച്ചു. നിർണായക സന്ദർഭം. പെട്ടെന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടി, AKG സെൻറ്ററിലെത്തണം. ഞാൻ അവിടെ എത്തിയപ്പോൾ പിണറായി വിജയനും വൈക്കം വിശ്വനും ഇസ്മയിലും പന്നിൻ രവീന്ദ്രനും കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് സമരം തൽക്കാലം നിർത്തിവെക്കണം. സർക്കാർ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് സോളാർ കേസ് അന്വേഷിപ്പിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഞാൻ AKG സെൻറ്ററിൻ്റെ പടികളിറങ്ങി. സമരത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. ഒരു കാര്യം വ്യക്തമായി, VS-ന്റെ സമരജീവിതത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ അവിസ്മരണീയമായ അനുഭവമായിരിക്കും. എന്താ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ള നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം സമരത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ എന്ത് നടന്നതിനെ കുറിച്ച് ഒന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല എന്ന് സി ദിവാകരന്റെ വായ് മൂടിയത് ആരാണ്? ആയിക്കോട്ടെ, അല്ല അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ അതിനുശേഷം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകം എഴുതി ഇത്രയോ മാസങ്ങൾ പിന്നിട്ടു, പുസ്തകം പുറത്തു വന്നിട്ട് ഒരുപാട് മാസങ്ങൾ പിന്നിട്ടു. ഈ ഇത്രയും മാസ കാലയളവിനിടയിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളല്ലേ വേണു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണല്ലോ 24. നിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നേ. നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടി, അത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ടല്ലോ. ആ മാധ്യമ ധർമ്മം നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച്. അതിനേക്കാൾ പ്രധാനം ശ്രീ ആർഷോ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങളെക്കാളുമൊക്കെ അതിനേക്കാൾ എത്രയോ വലിയ അളവിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരാണ് ഇത്തരം സമരങ്ങൾ ആഹ്വാനം ചെയ്യുകയും അത് നടത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകളുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി നിർവഹിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയും പറയേണ്ടി വരും. ഇതിൽ ഒരു ഒളിച്ചും പാത്തും പതുങ്ങിയും പറയുന്നതിൻ്റെ കാര്യമില്ല. ഏറ്റവും സുതാര്യമായി തന്നെയാണ് ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിന് തർക്കമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം എഴുതിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സി ദിവാകരനാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് എനിക്ക് ആക്ഷേപമല്ല.
അപ്പോൾ ആക്ഷേപമുള്ളത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകനാണല്ലോ. അപ്പോൾ അങ്ങനെ ആക്ഷേപമുള്ള സാഹചര്യത്തിൽ അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം അങ്ങേക്കാണ് എന്നുള്ളതാണ്. എനിക്കതിനകത്ത് വേറെ വ്യക്തത കുറവ് അല്ലെങ്കിൽ അദ്ദേഹം അതിൽ കൂടുതൽ അധികമായി എന്തെങ്കിലും പറയണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതുമില്ല. രണ്ട്, ഇടതുപക്ഷത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ആ സമരം ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ UDF മിനിസ്ട്രിയുടെ കാലത്ത് സോളാർ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി ഈ നാടിനകത്ത് നടന്നിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ നല്ല ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് വളയിൽ മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സമരങ്ങൾ ഈ പറഞ്ഞ പോലെ ആ കൊടും അഴിമതി ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സമരങ്ങൾ അത് ഏതെല്ലാം ഘട്ടത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടത്തിൽ ആ സമരങ്ങളുടെ രൂപം മാറ്റണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ വേദികളും ചേർന്ന് തന്നെ ആ വേദികൾക്കകത്ത് കൃത്യമായ ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെയും നിങ്ങളുടെ ഓരോ സമരത്തിന്റെ മഹാത്മ്യം ഒന്നൊന്നായി പുറത്തു വരികയാണ് ആർഷോ. ഇന്നിപ്പോ തിരുവഞ്ചൂർ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു സമരത്തിന്റെ അണിയറ കഥ കൂടി അദ്ദേഹം പറയുകയാണ്. മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ് അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ. ആ സമരം സത്യം പറഞ്ഞാൽ ഒരാലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ആ സമരം തീർന്നില്ലേ? അപ്പൊ സമരത്തിന് നിങ്ങൾ ആഹ്വാനം ചെയ്യുക, പിന്നെ തിരുവഞ്ചൂരിനെ രഹസ്യമായി കാണുക, തിരുവഞ്ചൂർ ഇടപെട്ട് സമരം തീർക്കുക. ഇതെന്ത് പരിപാടിയാണ്? എന്നിട്ടാണ് ഈ സമര പരമ്പരകളുടെ മഹാത്മ്യം ഇവിടെ ഇരുന്ന് വിളമ്പുന്നത്. എന്ത് ഏറ്റവും മഹത്തരമായ സമരങ്ങൾ തന്നെയാണ് ഈ നാടിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തിട്ടുള്ളത്. അല്ല, അതിന്റെ ശോഭ കെടുത്തിയത് ആരാണ്? നല്ല ബോധ്യം അതിന്റെ ശോഭ കെടുത്തിയത് ആരാണ്? നിങ്ങൾ തന്നെ ഇത് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ തന്നെ അടുക്കള വഴി പോകുന്നു, തിരുവഞ്ചൂർ വഴി ഈ പറയുന്ന കിച്ചൺ ഡിപ്ലോമസിയിലൂടെ ഇതെല്ലാം പരിഹരിക്കുന്നു, തിരുവഞ്ചൂർ അതെല്ലാം വിളിച്ചു പറയുന്നു. ഒരടുക്കള വഴിയുമില്ല. വളരെ കൃത്യമായി തന്നെ ആ സമരത്തിനകത്ത് ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതിന് മറുപടി പറ. അതിനുശേഷം മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ. ആ സമരം സത്യം പറഞ്ഞാൽ ഒരു ആലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ആ സമരം തീർന്നില്ലേ? ഇതെന്താണിത്? ഇങ്ങനെയാണോ നിങ്ങളുടെ സമരാഹ്വാനം? ഇങ്ങനെയാണോ നിങ്ങൾ അണികളെ മുഴുവനോടെ സജ്ജമാക്കി എത്തിക്കുന്നത്? എന്നിട്ട് രഹസ്യമായുള്ള കൂടിക്കാഴ്ചകളിലൂടെ ഇതെല്ലാം പരിഹരിക്കാനോ? അങ്ങനെയെങ്കിൽ പിന്നെ സമരത്തിന് ഇറങ്ങുന്നത് എന്തിന്? അല്ല സാറേ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടോ? ആ സമരത്തിന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ തുടർച്ചയിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്തായിരുന്നു? ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും രാഷ്ട്രീയ വിമർശനത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ടോ? അതിശക്തമായി തന്നെ ആ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് സമ്മതിച്ചല്ലേ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്? അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഉള്ള രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ജനങ്ങളെ അഭിമുഖീകരിച്ചു, ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ എന്നതൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോ അണികളെ തെറ്റിദ്ധരിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതിന്റെ പേരിൽ കിട്ടിയതെല്ലാം വിജയങ്ങളാണ് എന്ന് ഇപ്പൊ ഉന്മാദത്തോടെ പറയുക. അപ്പൊ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിലാകുന്നതോ ആ ഭാഗം വരുമ്പോൾ മാത്രം അതിനെയൊക്കെ തള്ളി പറയുന്നു, നിഷേധിക്കുന്നു. അങ്ങനെ തിരസ്കരിച്ചത് കൊണ്ട് മാത്രം ഇല്ലാതാകുന്നതല്ലോ ഈ കാര്യങ്ങൾ. അല്ല സാറേ, ഇതിലെന്താ തെറ്റിദ്ധരിപ്പിക്കലേണ്ട കാര്യമുള്ളത്? ഏതൊരു സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ചർച്ചകൾ ഉണ്ടാവാത്തത്? അതോ ഈ സമരം അങ്ങനെയല്ലല്ലോ? അതിനൊരു രാഷ്ട്രീയ ഭാഷ്യം നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് തന്നെ വന്നത് ഓർമ്മയുണ്ടോ? പ്രകാശ് ബാബു അന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അങ്ങ് ഈ വിളംബരം പറയുന്ന ഈ മഹത്തായ സമരങ്ങളെ പറ്റി പ്രകാശ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെന്ന്. അതെന്തായാലും UDF ക്യാമ്പിൽ നിന്ന് വന്നതല്ല അല്ലേ? ആ കാര്യം ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നത് നിങ്ങളുടെ മുന്നണിയിൽ നിന്നാണ്. ഒരു ഘട്ടത്തിലും അങ്ങനെ വന്നുവെന്നേ ഞാൻ അങ്ങനെയൊക്കെ വരാം. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പോയി പറയേണ്ടത് MN സ്മാരകത്തിലാണ്. പ്രകാശ് ബാബു ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ രാജു പി നായർ, ശരി, ശ്രീ രാജു പി നായർ, നിങ്ങൾക്ക് ഈ വളഞ്ഞ വഴിയിലൂടെ തിരുവഞ്ചൂരിനെ കാണാനുള്ള ഒരു 24 ന്യൂസിൽ നിന്നുള്ള തിട്ടൂരം വാങ്ങിയിട്ട് ഒരു നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടെന്ന കാര്യമില്ല. ശരി ഹർഷോ, ഞാൻ വരാം. ശ്രീ രാജു പി നായർ, ഈ LDF CPM സമരം ചെയ്യുക, പിന്നെ തിരുവഞ്ചൂരിനെ ബന്ധപ്പെടുക, സമരം അവസാനിപ്പിക്കുക, ഇതാണോ നിങ്ങൾ ഈ ഭരണ പ്രതിപക്ഷം എന്ന നിലയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ കൺകെട്ടു വിദ്യ? ഇപ്പോൾ KK രമ ആരെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്? പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെയും LDF-ന്റെയും നേതൃത്വത്തെ മാത്രമാണോ? നോക്കൂ, ഒന്ന്, ഈ സമരം ആഗസ്റ്റ് 12-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, 2013.
ഓഗസ്റ്റ് 12 ആരംഭിക്കുന്ന ഈ സമരത്തിന് മുൻപ് തന്നെ ഉമ്മൻചാണ്ടിയും സർക്കാരും ഏത് തരം അന്വേഷണത്തിനും, ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതല്ല, മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരാവശ്യമില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു LDFന്റെ സമരം. ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു ആ സമരത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ള പേരിൽ നടത്തിയ സമരം രണ്ടാമത്തെ ദിവസം രാവിലെ ഒത്തുതീർപ്പാക്കിയത് എങ്ങനെയാണ്? അത് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ശ്രീ ജോൺ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള ആൾക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സമരം അവസാനിപ്പിക്കാൻ LDFന് താല്പര്യമായിരുന്നു. LDFനായിരുന്നു താല്പര്യം. കാരണം ഇവർ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ആ സമരത്തെ സംബന്ധിച്ചുണ്ടായ ട്രോളുകളെ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ എതിർക്കുന്നത്. കാരണം ലോജിസ്റ്റിക്കൽ പ്രശ്നം, പ്രകൃതിയുടെ വിളി എന്നൊക്കെ പറയുന്ന അന്ന് ട്രോളുകളായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ആൾക്കാരെ വിളിച്ചു വരുത്തുമ്പോൾ അവർക്കുള്ള പ്രാഥമിക സൗകര്യത്തിന് പോലും പ്രശ്നമുണ്ടാവുന്നത് മനസ്സിലാക്കാതെയാണ് CPM അങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയത്, അല്ലെങ്കിൽ LDF അങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒന്നല്ല. അല്ല നിൽക്കട്ടെ, അവരുടെ പ്രകൃതിയുടെ വിളിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തിരുവഞ്ചൂരിന്റെ ഉൾവിളിയെ പറ്റി പറഞ്ഞു തന്നാലും മതി. അല്ല, ഞാൻ പറയട്ടെ വേണു, ഞാൻ പറയട്ടെ. ഒരു സർക്കാരിനെതിരെ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സമരം നടത്തുന്നവർ ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ആ സമരം പിൻവലിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ സർക്കാർ എന്ത് പറയണം? സമരത്തിന് മുൻപ് അതിന്റെ തലേന്ന് തന്നെ കൂടിയാലോചനകൾ നടന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കൊടുത്ത അഭിമുഖത്തിൽ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നിങ്ങളൊക്കെ തമ്മിൽ തന്നെ ഒരു ധാരണ എത്തുന്നത് ഇവര് CPM അതിനകത്ത്, അല്ല ഞാൻ പറയട്ടെ, CPM അതിനകത്ത് രാഷ്ട്രീയമായി നെറികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ സർക്കാരിന്റെ ബാധ്യതയാവുന്നത് എങ്ങനെയാണ്? രാജു, ഇത് നെറികേടിന്റെ പ്രശ്നമല്ല. രാജു, ഇതിന് നെറികേടില്ലായ്മ ആ തർക്കമോടെ നിൽക്കട്ടെ. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. സമരമുഖം തുറക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. അല്ല, ഒരു സെക്കൻഡ്, ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം സമരമുഖം തുറക്കുന്നു. നിങ്ങൾ അവരെ നേരിടാൻ പോകുന്നു. അവർ വിട്ടുവീഴ്ച ചെയ്യാൻ വരുന്ന അത്രയും ദുർബലമായ അവസ്ഥയിൽ. ഇതാണല്ലോ അങ്ങയുടെ ചിത്രീകരണം. പക്ഷെ നാം കാണുന്നത് എന്താണ്? ഈ വേർതിരിവൊന്നുമില്ല. സമരം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ തന്നെ AK സെന്ററിൽ ആശങ്ക. ആ ആശങ്കയുമായി ചെറിയാൻ ഫിലിപ്പ് പോയി ഭക്ഷണമേശയിലിരുന്ന് തിരുവഞ്ചൂരിനത് പറയുന്നു. തിരുവഞ്ചൂരിന് മാറ്റി എങ്ങാനും ഇതിപ്പോൾ കുഴപ്പമാകുമോ, ക്രൂരനായ ഒരു ഭരണാധികാരിയായി ഞാൻ മാറുമോ, അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നും വിട്ടുവീഴ്ച ചെയ്യാം, ഇങ്ങനെയുള്ള ആലോചനകൾ നടക്കുന്നു. ഇപ്പം നിങ്ങളുടെ ആലയത്തിൽ തന്നെയുള്ള 2 പേർ തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ചെറിയാൻ ഫിലിപ്പ് പറയുന്നു ഈ സമരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെറിയാനും തിരുവഞ്ചൂരുമായി സംസാരിക്കുകയുണ്ടായി. പിന്നെ ബ്രിട്ടാസും ചെറിയാനും കൂടെ പോയി തിരുവഞ്ചൂരിനെ കാണുകയുണ്ടായി. ഇതൊക്കെ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെയെന്ന്. അങ്ങനെയല്ല തിരുവഞ്ചൂർ പറഞ്ഞത്. തിരുവഞ്ചൂർ പിന്നീട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഇന്നും ഇപ്പോൾ പറയുകയുണ്ടായി, ഈ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സുമായിട്ട് പ്രേമേന്ദ്രൻ വന്ന് കണ്ട് സംസാരിച്ചു UDF നേതാക്കന്മാരെ എന്ന്. പ്രേമേന്ദ്രൻ പറയുകയാണ് അങ്ങനെ പോയിട്ടേ ഇല്ല എന്ന്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇടതുപക്ഷമായി നിങ്ങൾക്ക് നല്ല ആശയവിനിമയമാണ്. നിങ്ങൾക്കകത്തുകൂടി ഒരു നല്ല ആശയവിനിമയം വേണ്ടേ? അതിൻ്റെ അഭാവമാണ് ഇപ്പോൾ ഏറ്റവും പ്രകടമായി കാണുന്നത്. വേണു, എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമയം തരാം. അതിനുശേഷം ഞാൻ പറയുന്നുള്ള വൈരുദ്ധ്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചോളൂ. അപ്പോൾ ഞാൻ പറയാം. പക്ഷെ നിങ്ങളിങ്ങനെ ആദ്യം മുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ പറയാനുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ, ഒരു സമരം ഏതെങ്കിലും ഒരു പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം സർക്കാരിനോട് സന്ധി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സർക്കാർ സന്ധിക്ക് തയ്യാറല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ചോളം സമരം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. എന്താ സംശയം? ഇനി ഇവിടെ തിരുവഞ്ചൂരിനെ കുറിച്ച് പറയും. ഞാൻ ചോദിക്കട്ടെ, അവിടെ കേന്ദ്രസേന ഉൾപ്പെടെ വന്നില്ലേ? കേന്ദ്രസേന ഉൾപ്പെടെ വന്നല്ലോ. ഉമ്മൻചാണ്ടി തന്ത്രപരമായിട്ടൊരു നിലപാടെടുത്തല്ലോ. എന്താ? 2 ദിവസം അവധിയും കൊടുത്തു. അവധി കൊടുത്ത് ശനിയും ഞായറും കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ തന്ത്രമായൊരു സമീപനം എടുത്തു. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് CPM സമരം പ്രഖ്യാപിച്ചതെന്നും ഇനി അങ്ങ് പറയുന്ന പോലെ ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും 2 മുന്നണിയിൽ നിന്നിരുന്ന സമയത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വ്യക്തത വരുത്തട്ടെ. പക്ഷേ സമരം തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സമരം തുടങ്ങി 1 ദിവസത്തിനുള്ളോ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് CPM അവർ അണികളെ വഞ്ചിച്ചോ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. CPM ആണ് അണികളെ വഞ്ചിച്ചത്. CPM ആണ് മറുപടി പറയേണ്ടത്. ഇത് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലത്തെ ചർച്ചകളിലൊന്നും CPM ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? ആശയക്കുഴപ്പം ഇവർക്കുണ്ടായിരുന്നോ? വേണുവിന്റെ വാദം ഞാൻ കടമെടുക്കുകയാണ്. ഇന്നലത്തെ ചർച്ചയിൽ നിന്നത് ആശയക്കുഴപ്പം കൊണ്ടല്ലേ? അല്ല, എന്നാൽ ഞാൻ പങ്കെടുത്തതിനകത്ത് CPM പ്രതിനിധി അയച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞു, ഞാൻ CPM പ്രതിനിധി ഇല്ലാത്തതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞു CPM പ്രതിനിധി ഇതിനകത്ത് അയക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ജയിക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുകയാണ്. പക്ഷേ
അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ സമീപനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇത് 2013 ഓഗസ്റ്റ് 13 ഈ സമരം പിൻവലിച്ചു. എന്തെങ്കിലും ഒത്തുതീർപ്പ് ധാരണ മറ്റൊരു രീതിയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവർ 2013 നവംബറിൽ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചല്ലോ. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടെങ്കിൽ രണ്ടാം ഘട്ട സമരം ഇവർ ആരംഭിക്കുമായിരുന്നോ? എവിടെയായിരുന്നു? ക്ലിഫ് ഹൗസിന് മുമ്പിൽ ഉപരോധം വെച്ചല്ലോ. ഏകദേശം 9 ദിവസം എന്നാണ് എൻ്റെ ഓർമ്മ. ക്ലിഫ് ഹൗസ് ഉപരോധിക്കുന്ന സമരം നടത്തി. അപ്പൊ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിനേക്കാൾ കുറെ കൂടി മുഖ്യമന്ത്രിയിലേക്ക് ടാർഗറ്റഡ് അല്ലേ ക്ലിഫ് ഹൗസ് ഉപരോധം? അപ്പോ ആ രണ്ടാം ഘട്ട സമരം നടത്തി 9 ദിവസം കഴിഞ്ഞപ്പോ ആ സമരം മുഴുവൻ ഇവർ പിൻവലിച്ചു ഇല്ലേ? പിന്നെ ഇവിടെ CPM-ന്റെ പ്രതിനിധി സംസാരിച്ചപ്പോ ഒരു അപസർപ്പക കഥയെ കുറിച്ച് പറഞ്ഞു. ആരാണ് അപസർപ്പക കഥ ഉണ്ടാക്കിയത്? ആ അപസർപ്പക കഥ ഉണ്ടാക്കി എന്ന് പറയുന്ന ആള് ഇന്ന് ഈ മന്ത്രിസഭയിൽ അംഗമല്ലേ? ഈ അന്വേഷിച്ച CBI കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങളെല്ലാം, ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ എല്ലാം ഗണേഷ് കുമാറിന്റെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിരുന്നതാണ്. ആ ഗണേഷ് കുമാറിന്റെ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്ന ആ കേസിന്റെ പേരിലല്ലേ ഇവർ സമരം ചെയ്തത്? ഇന്ന് ആ ഗൂഢാലോചന നടത്തിയ ആളെ ഒക്കെ തിരുത്തിക്കൊണ്ടല്ലേ ഈ പറയുന്നത്. അപ്പോ ഈ സോളാർ കേസിൽ ആദ്യം മുതൽ രാജു, നിങ്ങൾ ആ ഘട്ടത്തിൽ ഒരു നിലപാടെടുക്കുകയുണ്ടായി, ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്ന് അല്ലേ? അതൊക്കെ ശക്തമായി നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയാതിരിക്കുകയും ഗണേഷ് കുമാറോടെ മന്ത്രിയായി വിലസുകയും ചെയ്താൽ പിന്നെ നിശബ്ദ സാക്ഷിയായി ഇരുന്നിങ്ങനെ രോദനം നടത്താനേ കഴിയൂ. അത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് മാറ്റരുത്. നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അവരുമായി അവരുടെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുന്നു. അവർ അധികാരത്തിലിരിക്കുമ്പോൾ അവരുടേതായ വഴിക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി സാന്ദർഭികമായി മാത്രം ഇങ്ങനത്തെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ട് പിന്നെ പിൻവാങ്ങുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല വേണു, ഇത് ഒരു ധാർമ്മിക പ്രശ്നമാണ്. ആ ധാർമ്മിക പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെ ഈ സംസ്ഥാനം മുഴുവൻ ആദരിക്കുന്ന, ഇന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം കാണുന്നുണ്ടല്ലോ, അത്രയും വലിയൊരു മനുഷ്യനെ ലൈംഗികാരോപണത്തിൽ പെടുത്തി അദ്ദേഹത്തെ ഇതിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കി അദ്ദേഹത്തെ വ്യക്തിപരമായും തേജോവധം ചെയ്ത ഒരു കങ്കാണിയെ എന്റെ കൂടെ ഇരുത്തണമെന്ന് ചിന്തിക്കേണ്ടത് പിണറായി വിജയനാണ്. ഇതൊക്കെ ഉമ്മൻചാണ്ടി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിവാദ കാലത്തെടുത്ത നിലപാടൊക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ മഹത്തായ ഒരു വ്യാഖ്യാനവും ഉണ്ടായിരുന്നു ധാർമ്മികതയെ പറ്റി. അല്ല രാജു, ധാർമ്മികതയെ പറ്റി ഉമ്മൻചാണ്ടിയുടെ അല്ല, ഞാൻ വേറൊരു കാര്യം പറയല്ല, അങ്ങ് പറഞ്ഞതിനുമായിട്ട് ബന്ധപ്പെട്ടാ പറയുന്നത്. അല്ലല്ല, വ്യക്തിപരമായ ധാർമ്മികത പറഞ്ഞോളൂ. ശരി, നമ്മളൊരു ചർച്ചയിൽ അല്ല, ഞാൻ പറയട്ടെ വേണു, ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുമ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് എങ്കിലും പാർട്ടിയുടെ നിലപാടുകളും കാര്യങ്ങളും പറയാനുള്ള സമയം തരണം. ഇതിപ്പോ എന്നെ രാജു, ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്, കേരളത്തെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ ധാർമ്മികത എന്ന്. അത് തന്നെ ആ ഇമ്മ്യൂണിറ്റി തന്നെ കൊടുക്കുന്നേ പിണറായി വിജയൻ. അതെ, ആ ധാർമ്മികത തന്നെയാണ് വേണു, അത് തന്നെയാണ് ധാർമ്മികതയുടെ കാര്യം പറഞ്ഞത്. ഞാൻ പറയുന്നത് ഗൂഢാലോചന നടത്തുന്ന, ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടത്തുന്ന, വ്യക്തിപരമായി ഇത്രമാത്രം വലിയ കഥകൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര അപവാദങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ തന്റെ കൂടി ഇരുത്തണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അതേ നിലവാരത്തിലെത്തി. ആ നിലവാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ നിന്ന് ധാർമ്മികത വേണു പ്രതീക്ഷിച്ചാൽ ഞാൻ വേണുവിനെ കുറ്റം പറയുള്ളൂ. രാജു, എനിക്ക് വേഗം ഒരു ഇടവേളയിൽ പോകണം. ആ ഇടവേള സമയം കഴിയുകയാണ്. പക്ഷെ എന്നാലും രാജു വേഗം, എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഏത് ഉപാധിയുടെ പുറത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് CPM ഈ വലിയ സമരം, രാഷ്ട്രീയ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിഗംഭീരമായ സമരം, അത് 30 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് പിൻവലിച്ചത് എന്തുകൊണ്ട്? അത് ആ സമരം കൃത്യമായിട്ട് പരാജയപ്പെടുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. എങ്ങനെ? ഇവരുടെ ഭാഗത്ത് യാതൊരു ന്യായവും ഇല്ലെന്നും ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ രാജി അന്ന് സാധ്യമായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ രാജി സാധ്യമായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലൊരു ഡിമാൻഡ് വെച്ചിട്ട് മുൻപ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ഒരു വിഷയത്തിൽ തന്നെ ആ സമരം ഒത്തുതീർന്നത് എന്തിന്? അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കിയത് മറ്റെന്തെങ്കിലും ധാരണയുടെ പുറത്താണെങ്കിൽ വേണു ഒറ്റ കാര്യം പറ, അല്ലെങ്കിൽ ആർഷോ ഒരു കാര്യം പറ. 2013 നവംബറിൽ എന്തിനാണ് രണ്ടാം ഘട്ട സമരം LDF ആരംഭിച്ചത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ അറിയുന്ന KK രമയുടെ രാഷ്ട്രീയ ബോധ്യത്തെ നിങ്ങൾ വില കുറച്ച് കാണുന്നു? രാജു, അതിനുള്ള മറുപടി ഇവിടെ, എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഞാൻ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ രമ പറഞ്ഞത് ആദ്യ ഭാഗത്ത് കേട്ടതല്ലേ, അതിന് മറുപടി പറയും. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള, ഞാൻ പറയട്ടെ, അവർക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കപ്പെടും.
അവർക്ക് സ്വാഭാവികമായിട്ടും അതിനവരിപ്പോ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? വെളിപ്പെടുത്തലുകളെ. കാരണം വെളിപ്പെടുത്തലുകളിലൂടെ മാത്രമേ ഈ അന്തർരഹസ്യങ്ങൾ, അന്തർനാടകങ്ങൾ പുറത്തേക്ക് വരൂ എന്നതാണ് ഇരു മുന്നണികളും. ചില കാര്യങ്ങളിൽ ഒറ്റ മുന്നണിയെ പോലെ എല്ലാവരെയും വഞ്ചിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല സാക്ഷ്യപത്രമാകുന്നത്. ഈ വിവാദങ്ങളുടെ എല്ലാം ആധാരമായത് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖന പരമ്പരയിലെ ചില വെളിപ്പെടുത്തലുകളാണ്. ശ്രീ ജോൺ മുണ്ടക്കയം ഇപ്പോൾ തത്സമയം ചേരുകയാണ് എൻകൗണ്ടറിൽ. ശ്രീ ജോൺ മുണ്ടക്കയം, ഇന്നലെ ബ്രിട്ടാസ് ഉപയോഗിച്ച ഒരു വാക്ക് അങ്ങേക്ക് അറിയുന്നതാണ്. അങ്ങ് തന്നെ പിന്നീട് ഇന്നലെ രാത്രിയിൽ ഈ എൻകൗണ്ടറിൽ പങ്കെടുക്കുമ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്തതാണ്. അങ്ങയുടെ ഭാവനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അങ്ങ് ഇതിൽ എഴുതിയിട്ടുണ്ട്, തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. തുടർന്ന് ഇടതു പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി. ഇന്ന് പ്രേമൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറയുകയുണ്ടായി, ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് അങ്ങും പ്രേമനുമായി ആശയവിനിമയം നടക്കുകയുണ്ടായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രേമൻ പറയുന്നൊരു കാര്യം, ഇങ്ങനൊരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്നാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിലും UDFന്റെ നേതാക്കന്മാരുമായി പോയി കണ്ട ആശയവിനിമയം നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ആരുടെ ഭാവനയുടെ ഭാഗമാണ്? ശ്രീ പ്രേമേന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞത് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നത് എൻ്റെ പുസ്തകത്തിന് മുമ്പായിട്ട് ഞാൻ എഴുതിയ ആ വാരികയിലെ ലേഖനത്തിലെ ഒരു വാചകമാണ് പുള്ളി നിഷേധിച്ചിരിക്കുന്നത്. അത് പ്രേമചന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളെ ആശയവിനിമയം നടത്തിയാൽ സംസാരിച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹം നിഷേധിച്ചു. പ്രേമേന്ദ്രൻ എനിക്ക് വളരെ ആദരവുള്ള നേതാവാണ്. എനിക്കത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പരിശോധിക്കാം. തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തും. കാരണം എൻ്റെ ഗുരുഭൂതന്മാരെ, പത്രപ്രവർത്തക ഗുരുഭൂതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ഒരു കാര്യം ശരി ചെയ്താൽ ശരിക്കും ഉറച്ചു നിൽക്കണം, തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വാചകം എഴുതിയതിനകത്ത് പ്രേമേന്ദ്രൻ പറയുന്നതനുസരിച്ച് അങ്ങനെയെങ്കിൽ ആ ആനുകൂല്യം പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ ചർച്ചയ്ക്ക് പോയി ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ UDF നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. പ്രേമേന്ദ്രൻ പറയുന്നു എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാൻ എഴുതിയതാണ്, ഞാൻ അതിൽ തർക്കമില്ല. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. ഒരു സെക്കൻഡ് അതിലേക്ക് പോവാം. അതിനു മുമ്പ് അങ്ങ് പറയുന്നു, ആദ്യമായി എനിക്കിനി പ്രേമനുമായി ബന്ധപ്പെട്ടൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുരുഭൂതന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ അതിൽ തിരുത്താൻ തയ്യാറാണ് എന്ന്. ആ ആനുകൂല്യം എന്തുകൊണ്ട് ബ്രിട്ടാസിന് കൊടുത്തില്ല? നല്ല ചോദ്യം. അത് ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഉണ്ടല്ലോ, എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ബ്രിട്ടാസിനെ സംബന്ധിച്ചുള്ള കാര്യം ഞാനും ബ്രിട്ടാസും തമ്മിൽ ഇതിലെ പ്രശ്നം ശ്രീ ജോൺ മുണ്ടക്കയം, നാം ഒരു കാര്യം പറയുകയും അതിലൊരു പിഴവ് പറ്റിയിട്ടുണ്ടാകാമെന്ന സാധ്യത വെക്കുകയും മറ്റൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അത് ഒരു സ്വയം ബോധ്യത്തിന്റെ വിശ്വാസത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയൂ. അങ്ങേക്ക് പുറത്തുള്ളവർക്ക് ഇത് രണ്ടിനെയും ഒരേപോലെ കാണാൻ കഴിയൂ. പ്രേമൻ പറഞ്ഞതും ബ്രിട്ടാസ് പറഞ്ഞതും ഒരേ തുലാസിൽ വെച്ചേ കാണാൻ കഴിയൂ. പ്രേമചന്ദ്രൻ ഞാൻ പറയും, മനുഷ്യനല്ലേ. ഒരു സംഗതി ഞാൻ എഴുതിയതിനകത്ത് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു പ്രേമേന്ദ്രൻ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന്. പ്രേമേന്ദ്രനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയും തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇതിലെ പ്രശ്നം ഇപ്പൊ പ്രേമനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നു. ബ്രിട്ടാസിനെ പറ്റി ഇപ്പോൾ ചെറിയ ഫിലിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങയുടെ ഈ ആഖ്യാന പ്രകാരമാണ് എങ്കിൽ ഈ സമരം നടക്കുന്നു, ആ സമരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 11 മണിയാകുമ്പോഴേക്കാണ് ബ്രിട്ടാസ് അങ്ങയെ വിളിക്കുന്നത് അല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ ഒരു സാധ്യത തുറക്കുന്നത്. അതിന്റെ ഭാഗമായി അങ്ങും കൂടിയാലോചന നടത്തുന്നത്. അപ്പോൾ തിരുവഞ്ചൂർ എന്ന് പറഞ്ഞിട്ടില്ല, ഈ രൂപത്തിലാണ് അങ്ങയുടെ ആഖ്യാനം. പക്ഷെ അങ്ങനെയല്ല ചെറിയാൻ പറയുന്നത്. ഈ സമരം നടക്കുന്നതിന്റെ തലേന്ന് തന്നെ ചെറിയാനും ബ്രിട്ടാസും കൂടെ തിരുവഞ്ചൂരിനെ കാണാൻ പോകുന്നു, ആശയവിനിമയം നടത്തുന്നു. അപ്പോ ഒരു സെക്കൻഡ് അതിൽ നിന്ന് ഒരു കാര്യമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഈ തീരുമാനം പരിഹരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരു തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂരിനെ കണ്ട ബ്രിട്ടാസിന് ജോൺ മുണ്ടക്കയത്തെ വിളിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. തിരുവഞ്ചൂരിന് തലേദിവസം ചെന്ന് ഈ ബ്രിട്ടാസും ചെറിയാൻ വലിപ്പൂടെ കണ്ടു എന്ന് പറയുന്ന കഥ അത് ഇപ്പൊ ഉണ്ടാക്കിയെടുത്തൊരു കഥയായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് ബ്രിട്ടാസിനെ വിളിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടാസ് എന്നെ വിളിച്ചു എന്നുള്ളതും ഞാനത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു എന്നുള്ളതും മുഖ്യമന്ത്രി അത് കുഞ്ഞാലിക്കുട്ടിയോട് പറയണമെന്നുള്ളതും
ഇതിലെ പ്രശ്നം ശ്രീ ജോൺ മുണ്ടക്കൈ ഇപ്പൊ അങ്ങ് പറയുന്നു അത് ചെറിയാൻ്റെ ഒരു കഥയാണ് എന്ന്. അങ്ങേ തള്ളാത്ത ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ അങ്ങേ തള്ളാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് തിരുവഞ്ചൂരാണ്. ആ തിരുവഞ്ചൂർ തന്നെ എന്ന് പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് KSUവിൻ്റെ, ഇദ്ദേഹം സെക്രട്ടറി. ഞങ്ങളുടെ ആ നാട്ടിലെ ബന്ധവും ആ പറയുന്ന സംഘടനാ സൗഹൃദവും ഒക്കെ ദീർഘകാലമായി ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ തിരുവഞ്ചൂർ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? തിരുവഞ്ചൂരിനെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു നിങ്ങൾ ഇതിനകത്തൊരു ഡീൽ ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡീലില്ല എന്ന കാര്യം തിരുവഞ്ചൂരിന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ തിരുവഞ്ചൂരിനെ സംബന്ധിച്ച് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് തിരുവഞ്ചൂരിന് അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്, ആദ്യം മനസ്സിലാക്കുക. ഈ ജോൺ ബ്രിട്ടാസ് ഏറ്റവും കുറഞ്ഞത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞല്ലോ, ഞാന് തിരുവഞ്ചൂര് എന്നെ വിളിച്ചു, തിരുവഞ്ചൂരുമായിട്ട് ഒന്നാമതായി ശ്രീ ജോൺ മുണ്ടക്കൈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സി ദിവാകരനുമായി ബന്ധപ്പെട്ട ആത്മകഥയുടെ വിവാദം വന്ന ഘട്ടത്തിലും തിരുവഞ്ചൂർ പ്രതികരിക്കുകയുണ്ടായി. അന്നത്തെ തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനൊരു ആശയവിനിമയം നടക്കുകയുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒത്തുതീരുകയുണ്ടായി, ഈ സമരം CPM-നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പം നമുക്ക് ആ പഴയ ലിങ്കുകളൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഉണ്ട്, തിരുവഞ്ചൂരിൻ്റെ ആ വാക്കുകൾ അല്ലേ. അപ്പോൾ തിരുവഞ്ചൂരിന് ഇനി പുതുതായി ഒന്നും ഒളിച്ചു വെക്കാനില്ല, എന്തെങ്കിലും ഒരു ഡീല് നടന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടെയും ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങയുടെ ആ വാദത്തിൻ്റെയും അടിത്തറ ദുർബലമാണ്. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ വേണുവിനോട് പറയുന്നു, ഞാൻ പറയുന്നത് 100% സത്യസന്ധമായിട്ടാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങയുടെ വ്യക്തിപരമായ ഇന്റഗ്രിറ്റിയെ ഞാൻ ഒരു ശതമാനം പോലും സംശയിക്കുന്നില്ല. ഇതൊരു സംവാദമാണ്, അങ്ങനെ ചോദിക്കുന്നേ എടുക്കാവൂ. അല്ലല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ സത്യം എപ്പോഴും സത്യമായിട്ട് അവശേഷിക്കുമല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ജോൺ ബ്രിട്ടാസും ഞാനും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് സത്യമാണ്. ജോൺ ബ്രിട്ടാസ് അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഞാൻ തെളിയിക്കണമെന്നുള്ള മാർഗം എന്താണ്? മൂന്നാമതൊരാളില്ലല്ലോ. ഒരുപക്ഷെ അന്ന് ആ ദിവസത്തെ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ജോൺ ബ്രിട്ടാസ് എന്നെ വിളിച്ചോ, ഞാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചോ, അതിനുശേഷം ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു എന്നൊക്കെ ആ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാമല്ലോ. വേറെ ഒന്നും വേണ്ടല്ലോ. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാൻ ഞാൻ പറയുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ തന്നെ കള്ളം പറയുന്നത് ശരിയാണ്. രാഷ്ട്രീയ വൃത്തത്തിന് പുറത്തുള്ള ഒരാളുമായി ആശയവിനിമയം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ വീഴ്ചയാകും. അല്ല, അതിന് രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രിട്ടാസ് അത് നിഷേധിക്കുന്നു. ഒരു വാദത്തിന് അംഗീകരിച്ചാലും എന്തുകൊണ്ട് പ്രേമനുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മത്തെറ്റ് സംഭവിക്കാമെന്ന സാധ്യത അങ്ങേക്ക് പറയേണ്ടി വരുന്നു? രണ്ടാമതായി, ഒരു സെക്കൻഡ് പൊളിറ്റിക്കൽ ക്ലാസ്സുമായിട്ടാണ് എന്തായാലും തിരുവഞ്ചൂർ ഇടപെടുന്നത് അല്ലേ? തിരുവഞ്ചൂർ തന്നെ പറയുകയാണ്, നേരത്തെ മുതലേ ചെറിയാനുമായി ആശയവിനിമയം ഉണ്ട്, അല്ലെങ്കിൽ ചെറിയാൻ ആ കാര്യങ്ങൾ പറയുകയാണ്. അവിടെ അങ്ങ് ചെറിയാനെ അവിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല തിരുവഞ്ചൂർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തിരുവഞ്ചൂർ പറയുന്നുണ്ട്, ഞാനും ചെറിയാനുമായി ആശയവിനിമയം നടക്കലുണ്ടായിരുന്നു എന്ന്. ചെറിയാൻ പറയുന്നു, ഞാൻ ഈ സമരത്തിന് തലേന്ന് തന്നെ തിരുവഞ്ചൂരിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരി, അല്ല, ഞാൻ അപ്പോഴും പറയുന്നത് ഞാൻ അങ്ങനെ അവിശ്വസിക്കുന്നേ ഇല്ല. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജോൺ ബ്രിട്ടാസുമായി ഞാൻ സംസാരിച്ചതും ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിച്ചതും പിന്നീടുണ്ടായ സംഭവങ്ങളും അതിന്റെ തുടർച്ചയായിട്ടാണ് ബാക്കിയൊക്കെ നടന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങോട്ട് വിളിച്ച് ഈ സമരം തീർക്കണമെന്ന് ജോൺ ബ്രിട്ടാസിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ജോൺ ബ്രിട്ടാസിനോടാണ് ആവശ്യപ്പെടേണ്ടത്, ചെറിയാൻ ഫിലിപ്പിനോടാണ് ആവശ്യപ്പെടേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇങ്ങോട്ട് വിളിച്ച് ഒരു സമരം തീർക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെടുന്നു. അപ്പം ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും നടക്കണ്ടേ? ആ നടന്ന സംഗതി ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി അറിയാതെ തിരുവഞ്ചൂര് നേരെ പോയി ജോൺ ബ്രിട്ടാസിനെ വിളിക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പൊ അതിനൊരു കാരണം വേണ്ടേ? ആ കാരണമാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അങ്ങയെ പറ്റി വ്യക്തിപരമായ ഒരു അവിശ്വാസവുമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞതിന് ശേഷം വന്ന പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ തേടുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അങ്ങ് പറയുകയുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഒത്തുതീർപ്പാടുന്നോ എന്ന് അങ്ങേക്ക് അറിയാത്ത കാര്യങ്ങൾ പറയില്ല എന്ന്. പക്ഷേ ഈ പേജ് 31 അവസാനത്തെ ഖണ്ഡികയ്ക്ക് തൊട്ടു മുമ്പുള്ള ഖണ്ഡികയിൽ അങ്ങ് പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനിടെ സമരം തീർത്തത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള രഹസ്യധാരണയുടെ ഭാഗമാണെന്ന ആരോപണം കൂടി പുറത്തു വന്നത് കാര്യങ്ങൾ ഒന്നുകൂടി വഷളാക്കി. സത്യത്തിൽ അങ്ങനെ ഒരു രഹസ്യധാരണയും ഉണ്ടായിരുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ TP കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രമ എടുത്ത് ഉയർത്തുമ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് മാത്രമേ ഞാൻ പറഞ്ഞു. വളരെ അസേർട്ടീവായിട്ട് പറയുകയാണ് സാർ, സത്യത്തിൽ അങ്ങനെ ഒരു രഹസ്യധാരണയും ഉണ്ടായിരുന്നില്ല. വേണു, എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമേ ഞാൻ പറയുള്ളൂ. പക്ഷെ അത് നടന്നില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ആളല്ല. എനിക്ക് ബോധ്യമില്ല, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും. ഇനി ഒരു കാര്യം കൂടി ഇപ്പോൾ ഇനി ഒരു കാര്യം കൂടി, ഇന്നലെ ജയിക്കും ഇന്ന് ആർഷോയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് അങ്ങേക്ക് മറുപടി പറയേണ്ട അവസരം നൽകേണ്ടത് ശരിയായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അപസർപ്പകമായ രചനകൾ എഴുതിയിരിക്കുന്നു അങ്ങ് എന്ന് പറയുന്ന വിമർശനം അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്നലെ ജയിക്ക് പറഞ്ഞത്. അതിനുള്ള മറുപടി കൂടി, എന്നിട്ട് എനിക്ക് വേഗം ഇടവേളയിലേക്ക് പോകണം. അല്ല, ജയിക്ക് ഇന്നലെ പറഞ്ഞത് ഞാൻ പിന്നീട് അറിഞ്ഞു. ജയിക്ക് ഞാൻ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയാതെ ഞാൻ ചർച്ച ചെയ്ത് മാറിയ ശേഷം ജയിക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കി. ചാരക്കേസ് ഞാൻ എഴുതിയത് എന്തോ അശ്ലീലമായ കാര്യങ്ങൾ എഴുതിയെന്ന്. ഞാൻ ജയിക്കിനെ വെല്ലുവിളിക്കാൻ എന്ത് അശ്ലീല കാര്യമാണ് ഞാൻ എഴുതിയത്? ജയിക്ക് ഞാൻ ഈ ചാരക്കേസ് എഴുതുന്ന സമയത്ത് ജയിക്ക് പ്രൈമറി സ്കൂളിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന എനിക്കറിയില്ല. ആർഷോയെ സംബന്ധിച്ച് അങ്ങനെ ജയിക്കിനെ പോലെ കാര്യങ്ങൾ പഠിക്കാതെ സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ആർഷോയെ കുറിച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർഷോയും എന്ന് പറയുന്നത് കേട്ടു അപസർപ്പകഥകൾ എഴുതുന്നത് പോലെയെന്ന്. ഞാൻ ആർഷോയോട് പറയുകയാണ്, ആർഷോ ചാരക്കേസിൽ എന്താ നടന്നുള്ളത് പഠിക്കണം. അതിനകത്ത് എന്താണ് ജോൺ മുണ്ടക്കയം ചെയ്തിരിക്കുന്നുള്ളത് പഠിക്കണം. വെറുതെ പറയരുത്. കാരണം ഒരു സെക്കൻഡ് സാർ, ആർഷോ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കായാലും ആർഷോയാലും ഒക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു സെക്കൻഡ് സാർ ഉദ്ധരിക്കുന്ന ഒരു ബൈലൈൻ ഉണ്ടല്ലോ, ആർഷോയുടെ കൈവശം അത് ഉണ്ടാകുമല്ലോ. ശ്രീ ജോൺ മുണ്ടക്കയം അത് കേൾക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അതിന്റെ മറുപടി പറയട്ടെ. വേഗം ആർഷോ. അല്ല, നിരവധി അദ്ദേഹത്തിൻ്റെതായി മലയാള മനോരമയ്ക്കകത്ത് വന്ന നിരവധി വാർത്തകൾ ആ ഘട്ടത്തിലുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവതാരകൻ അതിന്റെ എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ തുടങ്ങി ഒരു സെക്കൻഡ് സാറേ, അത് കേട്ടല്ലോ എട്ടാമൻ അമ്പോ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടുള്ള വിമർശനം, അദ്ദേഹം എല്ലാം ബോധ്യപ്പെട്ട് വസ്തുതയെ മുൻനിർത്തി മാത്രം വാർത്ത റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ. ഇത് എവിടെ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെ ഒന്നല്ല അല്ല, അദ്ദേഹം പറയട്ടെ. ചൂണ മത്സ്യത്തെ പോലെ ചർച്ച ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ? ആർഷോ ഒരു കാര്യം, ആർഷോയും ജയിക്കിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്ത് തിരുവനന്തപുരത്ത് വരൂ, എന്റെ വീട്ടിൽ വരൂ, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ആ കേസില് ദേശാഭിമാനി എന്ത് ചെയ്തു, ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു, മലയാള മനോരമയുടെ റിപ്പോർട്ടിൽ എന്ത് വന്നു, ഞാൻ എന്ത് എഴുതി, ഞാൻ ബോധ്യപ്പെടുത്താം. ഞാൻ പറയാം. നിങ്ങള് ആ സംഭവത്തെ ഇങ്ങനെ വളച്ചൊടിക്കണ്ട. അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടി നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനും കാണിക്കാന്ന് പറഞ്ഞ പോലെ. അല്ല, ഏതായാലും ചാരക്കേസിനെ കുറിച്ച് ഞാൻ എഴുതാൻ പോവാണ്. അടുത്ത പുസ്തകം ഞാൻ ചാരക്കേസിനെ കുറിച്ച് എഴുതാൻ പോവുകയാണ്. ചാരക്കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുള്ളത്, ഇതുവരെ പുറത്തു വരാത്ത കാര്യങ്ങൾ ഞാൻ എഴുതാൻ പോവുകയാണ്. അതുകൂടി ഞാൻ ഈ സമയം അറിയിക്കാം. ഏതായാലും ആ ചർച്ച ഈ ഇതിനകത്ത് പറഞ്ഞ് വെറുതെ നീട്ടിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് ശരി ഞാൻ ഒരു ഇടവേളയ്ക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ പറയുകയാണ്. കുറച്ചൊക്കെ നിങ്ങളൊക്കെ നല്ല രാഷ്ട്രീയം. ശരി ശ്രീ മുണ്ടക്കയം. ശ്രീ ജോസഫ് സി മാത്യുവിടെ ആർഷോ പറഞ്ഞൊരു കാര്യമുണ്ട്, വാലും തുമ്പുമില്ലാതെ പറഞ്ഞു എന്ന്. കൂടാതെ ഇപ്പോൾ ശ്രീ മുണ്ടക്കയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും പലർക്കും പല കാര്യങ്ങളും അറിയാം, പക്ഷെ ഭാഗികമായ അറിവേ ഉള്ളൂ. അത് എല്ലാ തരത്തിലും ഈ സമരവുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളിൽ എത്തുന്നതിൽ ഒരു പോരായ്മയായി തോന്നുന്നുണ്ടോ? അങ്ങേക്കാണ് കൂടുതൽ സമയം കിട്ടിയത്, ചുരുക്കി പറയണമെന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീ ജോസഫ് സി മാത്യു. ആർഷോ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ വേണു. ഞാനങ്ങനെ വാലും തുമ്പും ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് വേണുവിന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് വ്യക്തമാക്കാം. പക്ഷേ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞത് എനിക്ക് രണ്ട് കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. അല്ല, ഓക്കെ, എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, ഈ സമരം വളരെ ആലോചിച്ച് എടുത്ത ഒരു സമരമായിരുന്നു. ആ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പൊടുന്നനെ അത് സാധാരണ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്നതാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇത് കേൾക്കുന്ന CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ, CPI-യുടെ മുതിർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, RSPയുടെ നേതാക്കൾ, ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാന സെക്രട്ടറി പാളയത്തെത്തിയപ്പോൾ ഈ സമരം പിൻവലിച്ചതാണ് അദ്ദേഹം അറിയുന്നത്. ഈ RSPയുടെ കാര്യം പ്രേമേന്ദ്രൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അവൈലബിൾ സെക്രട്ടേറിയറ്റോ കൂടിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കുണ്ട്. ഞാനതെല്ലാം വീണ്ടും വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയല്ല സാധാരണ ഇടതുമുന്നണി പ്രവർത്തിക്കുക എന്ന് നമുക്കറിയാം. പേരിനെങ്കിലും ചർച്ച നടക്കണമല്ലോ. ഇതങ്ങനെയല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഏതാനും നേതാക്കൾ ഇത് പിൻവലിക്കേണ്ടി വരുന്നു. ഇന്നലെ കൈരളി ചാനലിലൂടെ ശ്രീ ജോൺ ബ്രിട്ടാസ് MP കൊടുത്ത വിശദീകരണം അവർ സ്ക്രോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിൽ പറയുന്നത് പാർട്ടി പറഞ്ഞതനുസരിച്ച് ഇടപെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് ഈ പാർട്ടി?
സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ, സംസ്ഥാന കമ്മിറ്റിയാണോ, ആരാണ് ഈ പാർട്ടി? പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതിപ്പോൾ അത് ഞങ്ങളുടെ കാര്യം എന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ പറഞ്ഞോട്ടെ. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പെട്ടെന്ന് അവർ മാറേണ്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് മടക്കി ഒരു കാര്യം UDF കൊടുക്കണം. അതിന് ശ്രീ രാജു പി നായർ ഉൾപ്പെടെ UDF മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് മടക്കി കൊടുത്തത്? വെറുതെ അവർ സമരം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു, അതാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഇടപെട്ട് തീർക്കേണ്ടതല്ലേ? അതല്ല ന്യായമായ ചോദ്യം. പക്ഷെ നമുക്കറിയാൻ വയ്യാത്ത കാര്യം എന്താണ്, എന്ത് സമ്മർദ്ദത്തിലാണ് ഈ LDFന്റെ നേതാക്കൾ പെട്ടത് എന്നും അതിനെന്താണ് നിങ്ങൾക്ക് മടക്കി അവസാനമായി ശ്രീ രാജു പി നായർ, അങ്ങേക്ക് സംസാരിക്കാൻ ഞാൻ തടസ്സപ്പെടുത്തുകയുമില്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നു അവരുടെ സമ്മർദ്ദം കണ്ടിട്ട്. അതേസമയം ഈ പിണറായി തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതേ സോളാറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോയി അല്ലേ? ഒന്നിലധികം തവണ CBI അന്വേഷണത്തിലേക്ക് വരെ പോവുകയുണ്ടായി. പിന്നെ സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ് നാട് മുഴുവൻ നിങ്ങളുടെ പിള്ളേരെ ഇട്ടടിച്ചു. പ്രതിപക്ഷ നേതാവിനടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പിടിച്ച് അകത്തിടുന്നു പുലർച്ചെ റെയ്ഡ് വഴി. അപ്പോൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഒന്നും ആ രൂപത്തിൽ തിരിച്ചു കിട്ടിയില്ല എന്ന നിരാശ ഇപ്പോഴും ഉണ്ടോ? ഇല്ല വേണു, ഓരോ ഭരണ നേതൃത്വവും അല്ലെങ്കിൽ ഓരോ പാർട്ടിയും നിലപാടെടുക്കുന്നത് അവരുടെ മാന്യതയും അവരുടെ ശരിയുമാണ്. അത് മറ്റാരെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും തെറ്റ് ചെയ്തോണെന്ന് പറയുന്ന ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യം, നമ്മൾ എന്ത് തിരിച്ചു കൊടുത്തു? നമ്മൾ തിരിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ള 2 ചോദ്യം. ഓഗസ്റ്റ് 12 പ്രഖ്യാപിച്ച സമരം ഓഗസ്റ്റ് 13 വിഡ്രോ ചെയ്തു, അവർ ഇത് ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് CPM പറയേണ്ട കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഡീലിന്റെ പുറത്താണെങ്കിൽ ഓഗസ്റ്റ് 17 VS അച്യുതാനന്ദന് നിയമപരമായി സോളാർ കേസിൽ മുന്നോട്ട് പോകാൻ പാർട്ടി എന്തിന് അനുമതി കൊടുത്തു? 3 ദിവസങ്ങൾക്കൊപ്പുറം ധാരണ തെറ്റിയോ? VS അച്യുതാനന്ദൻ നിയമപരമായിട്ട് പോകാനായിട്ട് പാർട്ടി ഇത് കൊടുത്തല്ലോ. ഇനി 2 മാസം കഴിയുമ്പോൾ നവംബർ 1 2ാം ഘട്ട സമരം തുടങ്ങിയല്ലോ. അപ്പൊ എന്തിന്റെ പേരിൽ 2ാം ഘട്ട സമരം തുടങ്ങി? 2013 നവംബർ 10 ക്ലിഫ് ഹൗസ് ഉപരോധം തുടങ്ങിയല്ലോ. അത് 2013 നവംബർ 29 അവസാനിക്കുന്നത്. അപ്പോൾ ആ 19 ദിവസം ക്ലിഫ് ഹൗസ് സമരം നടത്തിയല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ജോസഫ് സി മാത്യു പറഞ്ഞ അങ്ങോട്ട് കൊടുത്തത് ഈ പറയുന്ന ഒരു ദിവസം കൊണ്ട് ഇല്ലാതെ ആയിപ്പോയോ? അതുകൊണ്ടാണോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. CPM ഇതിനു മുമ്പ് ഈ സമരത്തിന് മുൻപ് ഗവൺമെന്റിനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചില DYFI പ്രവർത്തകരൊക്കെ പോലീസിനെ വിളിച്ച് ഇത്രമാത്രം വെള്ളമടിക്കണം, ഇത്ര പ്രാവശ്യം തള്ളണം എന്ന് പറയുന്ന രീതിയിൽ CPMന്റെ പിണറായി വിജയന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വം ഒരു സമരം നടത്തി അവരുടെ അണികളെ വഞ്ചിച്ചു. അതിനപ്പുറം മറ്റൊന്നില്ല. വഴങ്ങുമെങ്കിൽ ജോസഫ് സി മാത്യു സാർ എന്തോന്ന് ചോദിക്കാൻ വന്നിരുന്നു, 2 ദിവസം കൊണ്ട് തെറ്റിയത് ഞാൻ കേൾക്കാം. ഒറ്റ വാചകം മാത്രം. VSന്റെ നിയമ നടപടിക്കോ ക്ലിഫ് ഹൗസിലെ 2ാം വട്ടത്തിലെ ആ സമര നാടകത്തിനോ ഒന്നും മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കുക എന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. അത് സെക്രട്ടേറിയറ്റ് നടയിൽ അവസാനിച്ചു. അത് മാത്രമേ UDFന് വേണ്ടിയിരുന്നുള്ളൂ. ഇല്ല, തെറ്റാണ്. ക്ലിഫ് ഹൗസ് ഉപരോധം നടത്തിയത് പിണറായി വിജയനെ രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ. 19 ദിവസം ആ സമരം പോയി. 19 ദിവസം സമരം പോയി. ആ സമരം നടക്കുമ്പോൾ സന്ധ്യ എന്ന് പറയുന്ന ഒരു യുവതി അതിലേക്ക് കൂടി വന്നതും അതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ 19 ദിവസം ആ സമരം മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞ് നടത്തിയ സമരം ആരുടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു? ആ സമരം വിഡ്രോ ചെയ്തത് ഏത് കൊലക്കേസ്? അപ്പൊ അനാവശ്യമായിട്ട് CPMന്റെ ജീർണത ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീല് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് വ്യക്തമാക്കേണ്ടതാണ്. എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ ആ പറയുന്ന സമരം അവസാനിച്ചതിന് 2 ദിവസം കഴിഞ്ഞ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിയമ പോരാട്ടത്തിന് പാർട്ടി അനുമതി കൊടുത്തു? അതങ്ങൊന്ന് വിശദീകരിക്കൂ. ശരി, എന്തായാലും ഓരോ ഘട്ടത്തിൽ സോളാറുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ വരുന്നു, പൂരിപ്പിക്കപ്പെടാത്ത ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ അത് പൂർത്തീകരിക്കട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.